മറ്റൊന്ന്, ആംബുലൻസ് സംവിധാനം ഇപ്പോൾ 3 അത് ഒരെണ്ണം കൂടി ഈ കാലഘട്ടത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചു. അത് മരക്കൂട്ടം ഭാഗത്ത് പ്രത്യേകമായ ഒരു ആംബുലൻസ് ക്യാമ്പ് ചെയ്യണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രൂപത്തിലേക്ക് അത്തരം രൂപത്തിലുള്ള രക്ഷാകവചങ്ങൾ തീർക്കുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങളാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. പിന്നീട് അവിടെ എത്തിച്ചേരുന്ന ആളുകൾ പ്രധാനമായും അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഒന്ന് ദാഹജലത്തിൻ്റെതുണ്ട്, 2 മാലിന്യ പ്രശ്നങ്ങളുണ്ട്. അതിൽ ദാഹജലം ഒരു തരത്തിലുള്ള കലർപ്പുമില്ലാത്ത ദാഹജലം ലഭിക്കുന്ന രൂപത്തിൽ ദേവസ്വം ബോർഡ് ഇപ്പോൾ തന്നെ 4000 ലിറ്റർ ശേഷിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു 10,000 ആക്കി മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിച്ചു. ശുദ്ധജലം ആ രൂപത്തിൽ വിതരണം ചെയ്യും. മറ്റൊന്ന്, കച്ചവടക്കാർ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന കുപ്പിവെള്ളങ്ങളൊക്കെ തന്നെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് വളരെ വർദ്ധിക്കുന്നുവെന്ന് മുമ്പ് ചില പരാതികൾ വന്നിരുന്നു. അതൊക്കെ പരിശോധിക്കാൻ ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആവശ്യമായ സംവിധാനം ഒരുക്കി ഇപ്പം തന്നെ ക്രമീകരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മറ്റൊന്ന്, പ്രധാനമായി ഈ കാലഘട്ടത്തിൽ മാലിന്യവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ശുചിത്വ മിഷൻ്റെ സഹായത്തോടു കൂടി, എല്ലാ തരത്തിലുള്ള ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഇടപെടലോടുകൂടി അത് പരിഹരിക്കാൻ, ജൈവമാലിന്യങ്ങളും ജൈവേതര മാലിന്യങ്ങളും തരംതിരിച്ചു പോകാനും അതിന് ബന്ധപ്പെട്ട രൂപത്തിൽ ഈനാട് സഹകരണ സംഘത്തിൻ്റെ ഉൾപ്പെടെ ജീവന് ഉപയോഗിച്ചുള്ള വേസ്റ്റ് ഡിസ്പോസലിൻ്റെ ഇപ്പോൾ ശുചിത്വ മിഷൻ തന്നെ സർവീസ് പ്രൊവൈഡറായി അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കാലേ കൂട്ടി ആലോചിച്ച് അതിനുള്ള തീരുമാനമെടുത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള പ്രാധാന്യവും കൊടുത്തു വരുന്നു. പിന്നീട് അവിടെ പ്രധാനമായും ഫോറസ്റ്റുകാരുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന ചില സഹായങ്ങളുണ്ട്. വനാന്തരങ്ങളിൽ കൂടി നടന്നു വരുന്ന ആളുകൾക്ക് വന്യമൃഗങ്ങളിൽ ശല്യം ഉണ്ടാകാതിരിക്കാനും അതിൽ ഫോറസ്റ്റുകാരുടെ സഹായത്തോടു കൂടി അവരെ എത്തിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ അവർ ആലോചിച്ചിട്ടുണ്ട്. അവരുടെ കൂടുതൽ ഫോഴ്സിനെ അവർ അവിടെ റിക്രൂട്ട് ചെയ്ത് ആ കാര്യത്തിൽ കാലോചിതമായി ശ്രദ്ധിക്കും. അത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പുല്ലുമേട് ഭാഗത്തുനിന്ന് വരുന്ന മകരവിളക്ക് കാലത്തെ വനാന്തരം കൂടിയുള്ള ഭക്തജനങ്ങളുടെ ബാഹുല്യമാണ്. അതിന് ക്രമീകരണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് അവർ ഫോറസ്റ്റ് ഏരിയയിൽ ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഫലപ്രദമായി നടപ്പാക്കും. ഇതുകൂടാതെ സന്നിധാനത്തിലും പമ്പയിലും എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ഒരു വലിയ രൂപത്തിൽ ചില സമയത്ത് ക്രൗഡ് വരും. ആ ക്രൗഡ് വരുന്ന സമയത്ത് ചിലപ്പോൾ വെയിൽ കൊള്ളേണ്ടി വരും, ചിലപ്പോൾ മഴ നനയേണ്ടി വരും. ഇത് രണ്ടും ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്ന രൂപത്തിൽ ദേവസ്വം ബോർഡ് അതിനാവശ്യമായ റൂഫിങ്ങോട് കൂടിയ സംവിധാനങ്ങൾ പന്തലുണ്ടാക്കുന്നു. അത് വലിയ സൗകര്യങ്ങളായി മാറും. അത് കാലം കൂട്ടി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. കോടതിയുടെ നിർദ്ദേശവും പോലീസിൻ്റെ അഭിപ്രായവും 80,000 അതിൽ ക്രമീകരിക്കുന്ന കാര്യമാണ് പൊതുവിൽ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഈ തരത്തിൽ നമ്മുടെ വരാൻ പോകുന്ന മണ്ഡല കാലഘട്ടത്തെയും അതുപോലെ മകരവിളക്ക് കാലഘട്ടത്തിലെയും ശബരിമല തീർത്ഥാടനം ഏറ്റവും ഭംഗിയായി വിജയകരമായി വരുന്ന ഒരു ഭക്തനും ദർശനം കിട്ടാതെ പോകാൻ ഇടവരരുത് എന്ന കാഴ്ചപ്പാടിൽ കാലേകൂട്ടി അത് ടെൻഡർ വിളിച്ച് നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതെല്ലാം കാലേകൂട്ടി അത് ചെയ്യാൻ എല്ലാം ഉള്ള സമയം കൂടി കണക്കിലെടുത്താണ് ഞങ്ങൾ മുൻകൂട്ടി തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സമാരംഭിച്ചത്. ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ആ കൂട്ടത്തിൽ ഞങ്ങളൊരു പുതിയ കാര്യം ആലോചിച്ചത് നേരത്തെ തന്നെ മീഡിയ റിപ്പോർട്ട് ചെയ്ത ചില കാര്യങ്ങളാണ്. അതിലൊന്ന്, ഒരു റോപ്പ് വേ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിൽ ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ ഞങ്ങൾ വനം വകുപ്പും റവന്യൂ വകുപ്പും ദേവസ്വം വകുപ്പും ബോർഡും ഞങ്ങൾ കൂടി ചേർന്ന് ചർച്ച ചെയ്ത് ആ കാര്യം പരിഹരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അത് സമീപകാല ഭാവിയിൽ BOT സിസ്റ്റത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്കും ഈ കാലഘട്ടത്തിൽ നടപടികൾ നീക്കി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും നിങ്ങളെ അറിയിക്കുകയാണ്. ഇങ്ങനെ പൊതുവിൽ നമ്മുടെ തീർത്ഥാടനം ഏറ്റവും വിജയകരമായി ഭംഗിയായി എല്ലാ ഭക്തജനങ്ങൾക്കും ദർശനം കഴിഞ്ഞു പോകാനുള്ള സൗകര്യത്തോടു കൂടി നടപ്പാക്കുക എന്നതാണ് പൊതുവിൽ ഞങ്ങൾ ആലോചിച്ച കാര്യം.